ഹലോ ഹായ്, ഞാൻ പ്രിയങ്ക. ഇന്നത്തെ വീഡിയോ വനില കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾ പർപ്പസ് ഫ്ലവർ 2.25 കപ്പ് വേണം. വനില എക്സ്ട്രാക്റ്റ് 1 ടീസ്പൂൺ. പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1 കപ്പ് റൂം ടെമ്പറേച്ചറിൽ ഉള്ളത്. പഞ്ചസാര 2 കപ്പ്. മുട്ട കുറച്ച് വലുത് 4 എണ്ണം റൂം ടെമ്പറേച്ചറിൽ ഉള്ളത്. അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ 1 കപ്പ്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ വേണം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറും ഞാനൊരു അരിപ്പേക്കോടെ ഒരുമിച്ച് അരിച്ച് അത് ഒരു ബൗളിലാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലോട്ട് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടി ചേർത്ത് അതും 1 കപ്പിൽ മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിലോട്ട് സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ 1 കപ്പ് ചേർക്കാം. എന്നിട്ട് 2 മിനിറ്റോളം മീഡിയം സ്പീഡിലിട്ടിട്ട് ബട്ടർ നന്നായിട്ട് ക്രീം ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് മിക്സറാണ് ഉപയോഗിച്ചേക്കുന്നത്. ബട്ടർ നന്നായിട്ട് ക്രീമിയായി വന്നതിന് ശേഷം പഞ്ചസാര കുറേശ്ശെ ചേർക്കാം. ഞാനിവിടെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്, പക്ഷെ കുറേശ്ശെയാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് ഇലക്ട്രിക് മിക്സർ ഉപയോഗിച്ച് തന്നെ ഒരു മീഡിയം ടു ഹൈ സ്പീഡിൽ ഇട്ടുകൊണ്ട് ബട്ടറും ഷുഗറും നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. നന്നായിട്ട് ക്രീമി ആൻഡ് ഫ്ലഫി ആവണ വരെ 3 മിനിറ്റ്. ഇനി മുട്ട ഇതിലോട്ട് ചേർക്കാം. ഞാൻ 4 മുട്ടയും ഇപ്പോൾ ഒരുമിച്ച് ചേർത്തിട്ട് കമ്പൈൻ ചെയ്യാണ് ചെയ്യണത്. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഓരോ മുട്ടയും ചേർക്കാം. ആദ്യത്തെ മുട്ട ചേർക്കാം, ഒരു 30 സെക്കൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടൊന്ന് മീഡിയം സ്പീഡിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അടുത്ത മുട്ട ചേർക്കുക, വീണ്ടും 30 സെക്കൻഡ്. അങ്ങനെ 4 മുട്ടയും ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ ഫ്ലവർ മിക്സ് ചേർക്കണം. ഫ്ലവർ, അതായത് ബേക്കിംഗ് പൗഡർ, ഓൾ പർപ്പസ് ഫ്ലവർ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതും വനില എക്സ്ട്രാക്റ്റും പാലും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് രണ്ടും മാറിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പൊടി 1/3 ഭാഗം ചേർക്കാം, നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അതിന് ശേഷം പാല് ചേർക്കുക, 1/2 കപ്പ് പാല്, അതും നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അതിന് ശേഷം വീണ്ടും നമ്മുടെ പൊടി ചേർക്കുക, നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ശേഷം വീണ്ടും പാല് ചേർക്കുക, നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം അവസാനം ബാക്കിയുള്ള പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് കമ്പൈൻ ചെയ്ത് എടുക്കാം. ഈ റെസിപ്പി ഫോളോ ചെയ്ത് അളവുകളൊക്കെ കറക്റ്റായിട്ട് പകുതിയായിട്ട് എടുത്ത് കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ പറ്റണ ഇത്തിരി സ്മോളായിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല, ഞാൻ പിന്നെ ചെയ്യാറുള്ളത് ഇതിൻ്റെ മുക്കാൽ എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കും. പിന്നെ 1/4 ഭാഗം കൊണ്ട് ഞാൻ കപ്പ് കേക്ക്സ് ഉണ്ടാക്കും. പിന്നെ ഈ ബാറ്റർ ഞാൻ പറഞ്ഞില്ലേ, പകുതി അളവ് ഉപയോഗിച്ച് നമുക്ക് കപ്പ് കേക്ക്സും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ലെയേഴ്സും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ 2 കേക്ക് ടീനിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്ത് ലെയർ കേക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ലെയർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ബേക്കിംഗ് ടൈം 35 മിനിറ്റ്സ് ആണ്, 35 മിനിറ്റ്. ഫുള്ളായിട്ടുള്ള കേക്ക് 40 to 45 മിനിറ്റിൽ ആണ് ഫുള്ളായിട്ടുള്ള ഈ ബാറ്റർ നമ്മൾ ഒരു ടിന്നിൽ തന്നെ നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ ഒരു കേക്കാണ്, ബട്ടർ കേക്കാണ്. മിനിമം 9 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ തന്നെ വേണം. അപ്പോൾ അവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം 180 ഡിഗ്രി സെൽഷ്യസിൽ, അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ഇലക്ട്രിക് അവൻ, അത് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ
15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. 15 മിനിറ്റ് കറക്റ്റ് ആവുമ്പോൾ തന്നെ ഈ നമ്മൾ കേക്ക് ടിൻ വെച്ച് ബേക്ക് ചെയ്ത് തുടങ്ങാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഓരോ അവനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചൂട് ചിലപ്പോൾ കൂടുതലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ ഒരു സജഷനാണ് കേക്ക് ടിൻ വെച്ച് നമ്മൾ ബേക്ക് ചെയ്ത് തുടങ്ങാം. പിന്നെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുക. ലെയർ കേക്ക് ആണെങ്കിൽ 30 മിനിറ്റ് തൊട്ട് ചെക്ക് ചെയ്യുക. ഫുള്ളായിട്ടുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ട് ബട്ടർ കേക്കിന് 40 to 45 മിനിറ്റ്. എൻ്റെ ഒരു 42 മിനിറ്റിലാണ് ഇത് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ വേവ് തോന്നിയേക്കുന്നത്. ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് നോക്കാം, ബാറ്ററൊന്നും അതുമ്പോൾ പറ്റി പിടിച്ചിട്ടിരിക്കണില്ല എങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം ഒരു കൂളിംഗ് റാക്കിലോട്ട് ഈ കേക്ക് മാറ്റാം. ബട്ടർ കേക്ക് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റാണ്. പക്ഷേ ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. പെട്ടെന്ന് അത് ഭയങ്കര ഉണങ്ങിയ പോലെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കും. അങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ ഞാൻ ഒരാഴ്ച വരെ 1-1.5 ആഴ്ചത്തോളം എനിക്ക് ഇത് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കണം, കാറ്റൊന്നും കടക്കാതെ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഇരിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചാൽ തണുപ്പ് മാറിയതിന് ശേഷം കഴിക്കാം.